അഹ്റോൻ പുരോഹിതനെന്ന നിലയിൽ പരാജയപ്പെട്ടു. എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് നമുക്ക് വിശദമായി നോക്കാം. അഹ്റോന് വ്യക്തിപരമായ ദൈവത്തോട് ഒരു അടുപ്പമുണ്ടായിട്ട് വ്യക്തിപരമായ ദൈവത്തെ ശുശ്രൂഷിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതായ ഒരു ശീലം വളർത്തിയെടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. മോശ കൂടെയുണ്ടെങ്കിൽ മാത്രം ആത്മീയതയുണ്ടാകുന്നു, ഇല്ലെങ്കിൽ ആത്മീയതയില്ലായ്മയാണ്. സഭയിലായിരിക്കുമ്പോൾ മാത്രം ചിലർക്ക് ആത്മീയതയുണ്ട്, ഇല്ലെങ്കിൽ ആത്മീയതയില്ല. ദൈവവേല ചെയ്യുമ്പോൾ, ശുശ്രൂഷ ചെയ്യുമ്പോൾ മാത്രം ആത്മീയത, അല്ലെങ്കിൽ ആത്മീയത ഇല്ലാതിരിക്കുന്നു. ഇത് സ്ഥിരതയില്ലാത്ത ആളുകളിൽ കാണുന്നതായ വലിയൊരു ലക്ഷണമാണ്. നാം ഒറ്റയ്ക്കായിരിക്കുമ്പോഴാണ് പിശാച് കൂടുതൽ നമ്മെ പരീക്ഷിക്കുന്നത്. ഹൗവ ഒറ്റയ്ക്കായിരുന്നപ്പോഴാണ്, ശിംശോൻ ഒറ്റയ്ക്കായിരുന്നപ്പോഴാണ് പരീക്ഷിക്കുവാനിടയായത്. ഒറ്റയ്ക്കായിരുന്നപ്പോഴാണ് പിശാച് ദാവീദിനെ പരീക്ഷിച്ചത്. ഒറ്റയ്ക്കായിരുന്നപ്പോഴാണ് യൂദാ ഇസ്കരിയോത്തുവിനെ പരീക്ഷിച്ചത്. യേശു കർത്താവ് ഒറ്റയ്ക്ക് മരുഭൂമിയിലായിരുന്നപ്പോഴാണ് പിശാച് പരീക്ഷിക്കുവാനിടയായത്. നിന്റെ യഥാർത്ഥമായ വിശ്വാസം, നിന്റെ യഥാർത്ഥമായ ആത്മീയത പൊതുജനങ്ങളുടെ മധ്യയിൽ, 4 പേരുടെ മധ്യയിലായിരിക്കുമ്പോഴല്ല, ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, നിന്റെ ഭവനത്തിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നിന്റെ യഥാർത്ഥ ആത്മീയത എന്താണെന്ന് പുറത്തെറിയുന്നു. ഞാൻ ചോദിക്കട്ടെ, അഹ്റോന്റെ വ്യക്തിത്വം പോലെയാകുന്നു നിന്റെ വ്യക്തിത്വവുമെങ്കിൽ നീ ഫെയിലാവുകയാണ്, നീ പരാജയപ്പെടുവാനിടയാകും. നീ നിന്റെ ആത്മീയ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകാനിടയാകും. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, ഏകനായിരിക്കുമ്പോൾ നിന്റെ പ്രവർത്തനങ്ങൾ ദൈവത്തിന് സ്വീകാര്യമാകുന്നില്ല എങ്കിൽ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നിനക്ക് കഴിയുന്നില്ല എങ്കിൽ, ചുറ്റുപാടുമുള്ളവർക്ക് നീ ഒരു മാതൃകയായി തീരുന്നില്ല എങ്കിൽ, നീ ശ്രദ്ധിക്കുക, യു ആർ എ ഫെയിലിയർ. നീ പരാജയപ്പെട്ടു പോയവനാണ്. ദൈവം ഏൽപ്പിച്ചു കൊടുത്തതായ ശ്രേഷ്ഠകരമായ ദൈവവേല ശുശ്രൂഷ അഹ്റോൻ സ്വീകരിച്ചു. വേദപുസ്തകത്തിൽ കാണുന്ന ആദ്യത്തെ പുരോഹിതനാണ് അഹ്റോൻ. അത്ര അത്ഭുതകരമായ ഒരു ഉത്തരവാദിത്തം അഹ്റോനെ ദൈവം ഏൽപ്പിച്ചപ്പോൾ അവൻ എത്ര ഉത്തരവാദിത്തമില്ലാതെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് നോക്കുക. കാളക്കുട്ടിയെ ഉണ്ടാക്കിയതിനു ശേഷം എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുകയാണ്. അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അപ്പോൾ അവൻ, ഇസ്രായേലേ, ഇതു നിന്നെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, കാളക്കുട്ടിയെ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, ഇസ്രായേലേ, ഇതു നിന്നെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം ആകുന്നു എന്ന്. ഇത് കേട്ടപ്പോൾ ദൈവത്തിന്റെ മനസ്സെത്രത്തോളം തകർന്നുവെന്നറിയാമോ? എടാ 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 ദുഷ്ടന്മാരെ, മിസ്രയീമിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചവൻ ഇതാണോ? മിസ്രയീമിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചത് ദൈവം ഈ കാളക്കുട്ടിയാണോ? അല്ല. നിങ്ങളുടെ കഷ്ടത കണ്ടുകൊണ്ട്, നിങ്ങളുടെ അടിമത്തം കണ്ടുകൊണ്ട് അതിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് ഇവിടെ കൊണ്ടുവന്നതായ ദൈവം ഞാനാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ ആ ദൈവം അവരുടെ മധ്യേ ആയിരിക്കുമ്പോൾ കാളക്കുട്ടിയെ നോക്കിയിട്ട് പറയുകയാണ്, നോക്കൂ, ഈ ദൈവമാണ് നിങ്ങളെ മിസ്രയീമിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്നവനായ ദൈവം. എത്ര ദാരുണമാണ്! ആ കാളക്കുട്ടിയെ നിർമ്മിച്ചതാരാണ്? ആ രീതിയിൽ മനുഷ്യരെ ദൈവത്തിനെതിരായി തിരിച്ചത് ആരാണ്? പുരോഹിത ശുശ്രൂഷ ചെയ്തു വന്നവനായ അഹ്റോനാണ് ഇങ്ങനെ ചെയ്യാനിടയായത്. യെസ്, ഇന്ന് ദൈവത്തിന്റെ വേല ചെയ്യുന്ന ആളുകൾ, ദൈവദാസന്മാർ, സുവിശേഷകന്മാരെ നോക്കുമ്പോൾ എത്ര പേരുണ്ട് യഥാർത്ഥമായ ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊണ്ട് നശിച്ചു പോകുന്ന ആളുകളെ കർത്താവിലേക്ക് നടത്തുവാനായിട്ട് ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുന്നവർ? ശുദ്ധമായ വചനത്തിൽ കൂടി, നല്ല സാക്ഷ്യത്തിൽ കൂടി, ആത്മീയതയിൽ കൂടി ചുറ്റുപാടുമുള്ളവർക്കൊരു മാതൃകാ ജീവിതം നയിക്കുന്നതുകൊണ്ട് അവരെ കണ്ട് എത്ര പേരാണ് ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്നത്? പുരോഹിതനെന്ന് പറയുമ്പോൾ മനുഷ്യനും ദൈവത്തിനുമിടയിൽ മധ്യസ്ഥനായി മനുഷ്യൻ ചെയ്യേണ്ടതായ യാഗങ്ങളും ബലികളുമൊക്കെ ദൈവത്തിന് മുമ്പാകെ അവരുടെ പേരിൽ അർപ്പിച്ചു വരുന്ന ആളാണ്. അങ്ങനെയുള്ള പുരോഹിതൻ തന്നെ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ, ദൈവത്തിനെതിരെ നിൽക്കുകയാണെങ്കിൽ സഭയുടെ കാര്യമെന്താകും? നോക്കൂ, ഇതുപോലെ തന്നെ സംഭവിക്കും. ഇന്ന് അനേകം സഭകളിൽ കലഹങ്ങൾ ഉണ്ടാകുവാൻ, പിണക്കങ്ങൾ ഉണ്ടാകുവാൻ, ഐക്യതയില്ലാതായി തീരുവാൻ, പരസ്പരം വിദ്വേഷങ്ങളും മത്സരങ്ങളുമെല്ലാം ഉണ്ടാകുവാനുള്ളതായ കാരണം, അനേകർ അങ്ങനെ അധപ്പതിച്ചു പോയതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ആത്മീയ ജീവൻ നഷ്ടപ്പെട്ടവനായ ദൈവദാസൻ, ആത്മീയ ജീവൻ നഷ്ടപ്പെട്ടതായ വിശ്വാസികൾക്ക് അതുപോലെയുള്ളതായ മരവിച്ചതായ സന്ദേശങ്ങൾ കൊടുത്തതുകൊണ്ടാണ് പലപ്പോഴും അനേക സഭകളിലും ഒരു ഉണർവിനെ കാണുവാനായിട്ട് കഴിയാതിരിക്കുന്നത്. അഹ്റോൻ തന്റെ പുരോഹിത സ്ഥാനത്തെ മറന്നുപോയിട്ട് ഒരു കാളക്കുട്ടിയെ നിർമ്മിച്ചിട്ട് പറയുകയാണ്, ഇതാ നിങ്ങളെ നടത്തിയവനായ ദൈവമെന്ന്. എന്തുകൊണ്ടാണ് ഒരു പുരോഹിതൻ ഇപ്രകാരം പറയുവാൻ ഇടയായത്? അതിന്റെ കാരണമറിയാമോ? മോശ കൂടെയില്ലാത്തതുകൊണ്ടാണ്. മോശ കൂടെയുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. ആരെങ്കിലും എൻ്റെ കൂടെയുണ്ടെങ്കിൽ ഞാൻ നന്നായിരിക്കും, ആരെങ്കിലും കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ നന്നായി കാര്യങ്ങളൊക്കെ ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിക്കുമെന്ന് പറയുകയാണെങ്കിൽ അത് ശരിയായ ഒരു ജീവിത രീതിയല്ല. നമ്മുടെ നടുവിൽ അങ്ങനെയുള്ളവരുണ്ടോ?
മറ്റുള്ള മുൻപാകെ നല്ലവനായിരിക്കും, ആത്മീയതയുള്ളവനായിരിക്കും, ബൈബിൾ വായിക്കും, നന്നായിട്ട് പ്രാർത്ഥിക്കും, വാക്കുകളിൽ ആത്മീയതയെക്കുറിച്ചുള്ളതാകും. എന്നാൽ ആരുമില്ലാതിരിക്കുമ്പോൾ, നീ ഏകനായിരിക്കുമ്പോൾ, ആരും കൂടെയില്ലെങ്കിൽ, ആരും കേൾക്കാനില്ലെങ്കിൽ നിന്റെ ജീവിതം എന്താണ്? അതാണ് നിന്റെ യഥാർത്ഥ ജീവിതം. അഹരോനെ നോക്കുക. മോശ കൂടെയില്ലായിരുന്നപ്പോൾ അഹരോന്റെ ജീവിതം തകർന്നുപോയി. മോശയില്ലാതിരുന്നപ്പോൾ അഹരോന്റെ ആത്മീയത തകർന്നു പോകുവാനിടയായി. മോശയില്ലാതിരുന്നപ്പോൾ അഹരോൻ ദൈവത്തിനെതിരായിട്ട് തിരിഞ്ഞു. അതായിരുന്നു യഥാർത്ഥമായി അഹരോന്റെ സ്വഭാവം. അങ്ങനെയുള്ളവർ നമ്മുടെ മധ്യയിലുണ്ടോ? മഹാപരിശുദ്ധനായ പിതാവെ, വളരെ വ്യക്തമായി ഞങ്ങളോട് സംസാരിച്ചതോർത്ത് അങ്ങയെ സ്തുതിക്കുകയാണ്. അഹരോൻ പുരോഹിതനെന്ന നിലയിൽ പരാജയപ്പെട്ടുപോയി, പിതാവെന്ന നിലയിൽ പരാജയപ്പെട്ടു, ഒരാത്മീയനെന്ന നിലയിൽ, വിശ്വാസി എന്ന നിലയിൽ പരാജയപ്പെട്ടു. ഇങ്ങനെയുള്ള ജീവിതം ഞങ്ങൾക്ക് വേണ്ട കർത്താവേ. കർത്താവ്, ഞങ്ങൾ എവിടെയാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും യേശു ഞങ്ങളെ കാണുന്നുണ്ട്, ഞങ്ങളെ അറിയുന്നുണ്ട് എന്നുള്ളതായ സത്യത്തെ ഗ്രഹിച്ചുകൊണ്ട് നിന്റെ മുമ്പാകെ നീതിയോടെ വിശ്വസ്തയോടെ ജീവിക്കാനുള്ള സഹായം നൽകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.